മാനം മുട്ടും പണമുണ്ടേലും മായം വിൽക്കും തടയണ്ടാരും നല്ലേലും ബില്ലേലും പെണ്ണേലും മറിമായം. അമ്പുവിളയിൽ ശ്രീ അബ്ദുൽ ലത്തീഫിന്റെ 50 സെന്റ് സ്ഥലത്തിന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച വില്ലേജ് ഓഫീസർ സത്യശീലന് അഭിനന്ദനങ്ങൾ. കണ്ടില്ലേ? നിങ്ങൾക്ക് എന്തിന്റെ സൂക്കടിയാണ് സാർ? എന്ത് ഞാൻ അറിയായിട്ട് ചോദിക്കേ, ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു വില്ലേജ് ഓഫീസറെ ഡ്യൂട്ടിയാണത്. ഈ ഡ്യൂട്ടി ചെയ്തതിനൊക്കെ ഫ്ലെക്സ് വെക്കണ്ടല്ലോ. എന്റെ മൊയ്തോ എന്തിനാ ഫ്ലെക്സ് വെക്കുന്നത്? ഇതിപ്പോ ഒരു മന്ത്രിമാരെ MLA-മാരൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു വില്ലേജ് ഓഫീസറുടെ ഉത്തരവാദിത്വം എന്താണ്? നിങ്ങൾക്ക് അറിയില്ലേ? ആളുകൾ കാര്യങ്ങൾ ആവശ്യപ്പെട്ട് വരുമ്പോൾ അത് ചെയ്തു കൊടുക്കുക അല്ലേ? ഒരു MLA-യുടെ ഉത്തരവാദിത്വം എന്താണ്? പൊതുജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഉദാഹരണത്തിന് ഒരു റോഡ് പണി, ഒരു സ്കൂളിന് കക്കൂസ്, ഇതൊക്കെ അനുവദിച്ചു കൊടുത്താൽ മതിയല്ലോ, പോരെ? ഇത് അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരെന്തിനാണ് വലിയ ഫ്ലക്സ് വെക്കുന്നത്? MLA ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ മുടക്കി സ്കൂളിന് കക്കൂസ് പണിതു. ഇത് ഇവരുടെ ആരുടെയും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്നതല്ലോ. ഇത് എൻ്റെ നിന്റെ പൈസയാണ് കൊടുക്കണത്, എന്നിട്ടാണ് ഈ ഫ്ലക്സ് വെക്കണത്. അപ്പൊ അവർക്ക് അങ്ങനെ വെക്കാമെങ്കിൽ എനിക്കും വെക്കാം. അതൊക്കെ ശരി. പക്ഷെ ഇപ്പൊ നിങ്ങൾ വെച്ച ഫ്ലക്സ് രാഷ്ട്രീയക്കാർ വന്ന് ഫോട്ടോ എടുത്തിട്ട് അത് കളക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അയ്യേ, അത് കളക്ടർ കാണിക്കാനല്ല, അത് അതിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു സെൽഫി എടുക്കുന്നതാണ്. സെൽഫി എടുത്തൊന്നല്ല, അതൊക്കെ എനിക്കറിയാം. നിങ്ങൾ ആ വാട്സപ്പും ഫേസ്ബുക്കും തുറന്നു നോക്കി, അതിൻ്റെ അകത്ത് കാണാം. എന്റെ മൊയ്തു, ഞാനൊരു നല്ല കാര്യം ചെയ്തത് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലക്സ് വെച്ചു. ഇനി അതിന്റെ പേരിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇപ്പൊ സസ്പെൻഷനാണ്, അപ്പൊ അത് ഒഴിവാക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ നോക്കണ്ട സാറേ. പുറത്ത് ഒരാളോട് പറയാൻ പറ്റുമോ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ആർക്കോ കൊടുത്തതിനെ ഫ്ലെക്സ് വെച്ചത്? ഈ മന്ത്രിമാരും MLA-മാരും ആരെങ്കിലും ഫ്ലെക്സ് വെച്ചിട്ട് അവർക്ക് ആരെങ്കിലും സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ടോ? വില്ലേജ് ഓഫീസറായി നിങ്ങൾക്ക് എന്റെ സസ്പെൻഷൻ കിട്ടി? എന്തൊരു പുച്ഛാന്ന് നോക്കി. ഇനിയിപ്പോ എന്താ ചെയ്യാൻ വേണമെന്നറിയാമോ? ശ്യാമളയ്ക്ക് 10 കിലോ അരി മേടിച്ചു കൊടുത്ത ഭർത്താവ് സത്യശീലൻ അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് ഈ ഗേറ്റിന്റെ ഫ്രണ്ടിൽ വെക്കും. നോക്കണ്ട, നിങ്ങൾ അത് ചെയ്യും. സംഭവിച്ച് ഈ സസ്പെൻഷൻ ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ എന്തെങ്കിലും കണ്ടിക്കണോ അതിന്? ഞാൻ ഒന്നും കണ്ടിട്ടില്ല. എന്താ വേണ്ടത് എനിക്കറിയില്ല. ഞാനൊരു വഴി പറയട്ടെ. ആ മന്ത്രി ശീതളെ നിങ്ങളെ കൂടെ പഠിച്ചാൽ നിങ്ങൾ എപ്പോഴൊന്നും പറഞ്ഞു കേട്ടിക്കണം. ആ ശീതളനെ പോയി ഒന്ന് കണ്ടാലോ നമ്മള്? അതിന് ചെപ്പത്തേക്ക് നടന്നാലോ? നിനക്കതാണ് പ്രാന്താണ്. അവനോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഒന്നും നടക്കില്ല. അയ്യേ, അതെ, ഒന്നാമത് ഈ ശീതളിനും ഞാനും പണ്ട് മുതലേ പോട്ടാപ്പൊട്ടിയാണ്. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഒരുമിച്ചിരുന്ന് പഠിച്ചതാണ്. ഇവനാണെങ്കിൽ ഒരക്ഷരം അറിയില്ല, മാന്തം കുന്താണിയാണ്. എല്ലാ വിഷയത്തിനും 10-ൽ ചോടയാണ് മാർക്ക്, ഹിന്ദിക്ക് 2ആണ്. മന്ത്രിയാവാൻ എന്താണ്? കുറച്ച് കയ്യൊക്കും ദിവസം കാണിച്ചാൽ മന്ത്രിയാവാലോ. അവ ബസ്സിന് കല്ലെറിയ, പിന്നെ സമരം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് പണി. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട്, എടാ ഈ വക പരിപാടികൾ ഒന്നും ചെയ്യരുത്, നീ പഠിക്കുന്നു. അതിന്റെ ചുരുക്ക് ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവ എന്നോട് കാണിക്കും. അത് കാണാൻ വേണ്ടിയിട്ട് പോകണം ഞാൻ. ആൾക്ക് നിങ്ങളെ തോന്നല. കുട്ടിക്കാലത്ത് നടന്ന ഈ സംഭവങ്ങളൊക്കെ മൂപ്പർ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഇപ്പൊ ചിന്തിക്കും, മൂപ്പരായി ചിന്തിക്കൂല. നിങ്ങൾ പോയി കണ്ടു നോക്കി. ചിലപ്പോൾ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കി, സത്യശീല എവിടെ എന്നോട് നോക്കി ഇത്രയും കാലം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചാലോ? കാര്യം നടന്നില്ലേ? ആരവനാ? എന്താ നീ പറഞ്ഞത്? എനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിഞ്ഞൂടല്ലോ. പിന്നെ എനിക്കാണ് അറിയണത്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്താ അറിയണത് എനിക്ക്? നിങ്ങൾ പിന്നെ എന്ത് മന്ത്രിയാ? ആ പ്യാരി ഞാൻ വിളിച്ചു കൊടുക്കും. ഇംഗ്ലീഷ് പഠിച്ചിട്ട് മന്ത്രിയാവാൻ പറ്റും. എന്താ കാര്യം? ഹലോ, എന്താണ് സാറേ? കൊച്ചിന്റെ സ്കൂളിലെ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്, അപ്പൊ സാറ് പങ്കെടുക്കണമെന്ന്. അതിപ്പോ പോവല്ലോ എന്ന് പറഞ്ഞ ഡേറ്റ് എവിടെ ഉണ്ടാ നോക്കട്ടെ. എന്നാ ഡേറ്റ് ഏതാന്ന് ചോദിക്കും. ഹലോ, വിച്ച് ഡേറ്റ് മാം? ഓ, സെപ്റ്റംബർ 11. അന്നിപ്പോ വിളിക്കാന്ന് പറയും. ഐ വിൽ കോൾ യു ലേറ്റർ. സാറേ, ഈ സെപ്റ്റംബർ 11 നമുക്ക് മന്ത്രിസഭാ യോഗം ഉണ്ടല്ലോ. അപ്പൊ പോവാൻ പറ്റില്ല. സ്കൂളിൽ പോകാൻ പറ്റില്ല എന്ന് പറയാം അല്ലേ? സ്കൂളിൽ പിന്നെ പോകണ്ടേ, അവിടെ കുട്ടി പഠിക്കല്ലേ. മന്ത്രിസഭാ യോഗത്തിന് പോകാൻ പറ്റില്ല. അല്ല സാറേ, മന്ത്രിസഭാ യോഗം മുടക്കരുതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്നത്. മുഖ്യമന്ത്രി അതൊക്കെ പറയും. പിന്നെ എന്റെ മോളുടെ കാര്യത്തിന് പിന്നെ അങ്ങനെ വരും. അല്ലെങ്കിൽ തന്നെ ഒരു കണക്കിനാണ് അവിടെ അഡ്മിഷൻ എടുത്തത്. കുട്ടികൾ പഠിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ തന്നെ. ഞാൻ മന്ത്രിയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ രാജാവായിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ സ്കൂളാണ്. ശരി.
നമുക്ക് മൂന്നാറില് ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്താലോ? ഈ ഡേറ്റിൽ തന്നെ. എന്നാ പിന്നെ പേഴ്സണൽ ചെലവല്ലാണ്ട് നമുക്ക് ഗവൺമെന്റ് ചെലവിൽ അങ്ങോട്ട് പോകാനോ? അതിപ്പോ പെട്ടെന്ന് എന്ത് പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യും? എന്തെങ്കിലും ആലോചിക്കുന്നീ. നമുക്ക് മറ്റേ മാലിന്യമുക്തത്തിന്റെ ഒരു പരിപാടി വെച്ചാലോ? മാലിന്യമുക്തല്ല ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അവിടെ നടന്നത്. അന്ന് നമുക്ക് മറ്റേ കടൽക്ഷോഭത്തിനെതിരെ ഒരു ബോധവൽക്കരണം. കടൽക്ഷോഭം മതി, അത് കുഴപ്പമില്ല. മൂന്നാർ കടലില്ലല്ലോടോ. കടലിപ്പോ അല്ലെങ്കിൽ ഇപ്പൊ ഓരോ സ്ഥലത്ത് ഓരോന്നും ഉണ്ടായിട്ടാണ് ഇപ്പൊ നമ്മൾ ഓരോ പരിപാടി നടത്തുന്നത്. അത് നോക്കട്ടെ മാഡം, ഇനി എന്തെങ്കിലും കാലത്ത് ഒരു കടൽ വന്നാൽ അതിന് ഉള്ള സുരക്ഷ അങ്ങനെ മതി. അപ്പൊ ഈ 2 പ്രോഗ്രാം നമുക്ക് കൺഫേം ചെയ്യാം. സ്കൂളില് നമുക്ക് ഈ കടൽക്ഷോഭത്തിനുള്ള ബോധവൽക്കരണം. പ്യാരി, എന്ത് സാറേ? അവിടെ ഒരു എയർപോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് ചെന്ന് ലാൻഡ് ചെയ്യാറുണ്ട്. 10 പൈസ ഫ്ലൈറ്റ് ടിക്കറ്റിന് വേണ്ടല്ലോ. ഇനി നമ്മൾ അടുത്ത ഭരണത്തിൽ തുടർന്ന് വരികയാണെങ്കിൽ നമുക്ക് മൂന്നാർ ഒരു എയർപോർട്ട് ആലോചിക്കാം. സ്കൂളിലോട്ട് വേഗം വിളിക്കണം, ഒട്ടും വൈകരുത്. കൊച്ചിന്റെ കാര്യ ഇപ്പൊ വിളിച്ചു പറയാം. നിന്നോടൊരു കാര്യം പറയാം. നീ എന്താണ് ഇംഗ്ലീഷാന്ന് പറഞ്ഞ് ഓടിക്കൊണ്ട് എന്റെ അടുത്തേക്ക് വരുന്നത്? പിന്നെ ഞാൻ ആരുടെ അടുത്തേക്ക് പോകും? അതിന് നീ ഒരു അക്ഷരം അറിയാത്ത എന്റെ അടുത്തേക്കാണ് വരുന്നത്. ABCD ഒരു കണക്കിനാണ് ഞാൻ എഴുതി പിടിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, കുറച്ച് ഇംഗ്ലീഷ് അത്യാവശ്യമായിട്ട് പഠിക്കണം. കാരണം മോൾ എന്തായാലും ആ സ്കൂളിലാണല്ലോ ഇനി പഠിക്കാൻ പോണേ. അവിടെ ഓരോ മീറ്റിങ്ങിന് ചെല്ലുമ്പോ ഇംഗ്ലീഷ് ആയിരിക്കും. അതാ പിന്നെ അങ്ങോട്ട് പോവാതിരിക്കാനല്ലോ. അങ്ങനെ കൊച്ചിന്റെ കാര്യല്ലേ, പോവാതിരിക്കാൻ പറ്റുമോ? ആരാണ്? എനിക്ക് മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല. വെറുതെ പറയാണ്. ഇല്ലാന്ന് ശരിക്കും പിടുത്തം കിട്ടിയില്ല. ആരാണ്? സത്യശീലൻ. സത്യശീലനാണ്. ഭയങ്കര മാറ്റാണല്ലോ എനിക്ക്. എത്ര കാലമായി കണ്ടിട്ട്? പഴുതാര മീശൊക്കെ വെച്ചിട്ട് എനിക്ക് ഇരുന്ന് സംസാരിക്കാലോ. എന്റെ ഒപ്പം പഠിച്ച ആളാണ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇരിപ്പുറക്കില്ല. എന്താണ്? സസ്പെൻഷനിലാണ്. അല്ല, ഇതിപ്പോ എവിടെ ഇപ്പൊ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു? ഞാൻ വില്ലേജ് ഓഫീസിൽ. വില്ലേജ് ഓഫീസറാണ്. ഏതാ പോസ്റ്റ്? വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസറാണ്. ശരി ശരി, എന്തിനാണ് ജോലിയാലോ? എന്താ ചില ഒരു അബദ്ധം പറ്റിപ്പോയി. എന്താ പറ്റാ പറ്റണത്? ഇതിപ്പോ ആദ്യമേ ഉള്ളതാണല്ലോ അബദ്ധം പറ്റില്ല. ഇപ്പൊ പറ്റിയ എന്താണ്? ഇപ്പോ ഈ MLA-മാര് അതുപോലെ മന്ത്രിമാരും ഒക്കെ ഈ ഗവൺമെന്റ് ഫണ്ടിൽ നിന്ന് നിങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കും. അത് മതിയല്ലോ. MLA-മാരും മന്ത്രിമാരൊക്കെ ഈ ഗവൺമെന്റ് ഫണ്ടിൽ നിന്ന് സ്കൂളുകൾക്ക് കക്കൂസ് അനുവദിച്ച MLA-ക്ക് അല്ലെങ്കിൽ മന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലെക്സ് അടിക്കൂലേ? വെക്കാറുണ്ട്. അങ്ങനെ ഒരു ഫ്ലെക്സ് ഞാനും വെച്ചു. എന്തിന്? അമ്പുവിളയിൽ അബ്ദുൽ ലത്തീഫിന്റെ 50 സെന്റ് സ്ഥലത്തിന് കൈവശാവകാശം അനുവദിച്ച വില്ലേജ് ഓഫീസർ സത്യശീലന് അഭിനന്ദനങ്ങൾ. അവിടെ പോയിരിക്കും. ശമ്പളമൊക്കെ തരുന്നില്ലേ ഗവൺമെന്റ്? തരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ചെയ്തു കൊടുക്കാണ്ട് വേറെ എന്താണ് പണി നിങ്ങൾക്ക് അവിടെ? അല്ല, ചെയ്തു കൊടുക്കണം. പിന്നെ അതിനെന്തിനാണ് അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളൊക്കെ? വേണ്ട, അത് വേണ്ടിയിരുന്നില്ല. അതിപ്പോഴല്ലേ തോന്നുന്നു. MLA-മാരും MP-മാരും എല്ലാവരും വെക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ വെച്ചു പോയി. പിന്നെന്താണ്, നിങ്ങളെന്താ ഇലക്ഷന് മത്സരിക്കാൻ നിൽക്കണ്ട? അയ്യോ, അതൊന്നും വേണ്ട എനിക്ക്. ഇപ്പൊ എന്താ പ്രശ്നം എന്നറിയോ? കലക്ടർ വിവരം അറിഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോ കലക്ടർ മാത്രമൊന്നല്ല, നാട് ഒട്ടുക്ക് അറിഞ്ഞിരിക്കുകയാണ്. പത്രത്തിലേക്ക് വലിയ വാർത്തയാണ്. വലിയ വാർത്തയാണ്. എല്ലാം അറിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും. സാർ കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് ഈ നമ്മുടെ കലക്ടർ ഒന്ന് വിളിച്ചിട്ട് ആ സസ്പെൻഷൻ ഒന്ന് പിൻവലിക്കാൻ വേണ്ടി പറയും. ഇല്ലെങ്കിൽ കുടുംബം പട്ടിണിയായി പോകും. അതാണ്. അതെ, ആ കലക്ടറിനൊന്ന് വിളിക്കും. ഹലോ, സംസാരിക്കാൻ. നമസ്കാരം. സത്യശീലൻ. അതായത് വില്ലേജ് ഓഫീസർ സത്യശീലൻ. അതെ, അത് ശരി. ശരിയല്ല, അങ്ങനെ കുഴപ്പക്കാരൊന്നും അതില്ല, വേറൊന്നുമില്ല. എന്താ പറഞ്ഞ സാറ്? അത് ശരി. അപ്പൊ നല്ല അഴിമതിവീരനായിട്ടാണ് ഇപ്പൊ നടപ്പ്. ദൈവ, എന്താ ഈ പറയണത്? എനിക്ക് അറിയണില്ല. അല്ല, അയാൾ അങ്ങനെയൊന്നും പറയില്ല. അയാൾ നല്ല മാന്യനാണ്. ഞാൻ എന്ത് ചെയ്തു എന്നാ പറയണത്? ഗവൺമെന്റ് ഒരു രൂപ കണ്ട് പറ്റിച്ചിട്ടുണ്ടെങ്കിലേ കളി അങ്ങോട്ട് പഠിക്കും. വേണ്ടാത്ത പണിയൊന്നും നിൽക്കണ്ട. അയ്യോ, അതാണ് കേസ്. അതൊക്കെ മനസ്സിൽ വെച്ചിരിക്കുകയാണ് സാർ. വേറെ 2-3 കേസ് ഉണ്ട് തന്റെ പേരില്. ഇതെന്താ വിഷയം എന്നറിയോ? ജൂലൈ 16 തഹസിൽദാരിന്റെ കൂടെ ഞാൻ റവന്യൂ കമ്മീഷണറുടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. 700 രൂപ ടി ഇനത്തിൽ എഴുതി. ഇത് ക്ലെയിം ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് ജൂലൈ 16 എന്നുള്ളതിന് പകരം ഞാൻ ജൂൺ 16 എന്ന് എഴുതിപ്പോയി. ഇൻസ്പെക്ഷന് വേണ്ടി വന്ന സമയത്ത് ജൂൺ 16 ഞാൻ ഓഫീസിലുണ്ട്.
ഓഫീസിലുള്ള ഞാൻ എങ്ങനെയാണ് ഈ ടൂർ ടീയെ 700 റുപ്യ എഴുതിയെടുക്കണത്? സത്യത്തിൽ ഗവൺമെന്റിനെ പറ്റിച്ചിട്ട് 700 റുപ്യ ഞാൻ കള്ളനായിരിക്കുന്നു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിക്കാണ്. വേണ്ടാതെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ തമാശ കളിക്കാണ്? ഗവൺമെന്റിന് 700 റുപ്യ കൊടുത്താൽ കളിക്കാന്ന് പറഞ്ഞാല് ഇതൊരു 700 റുപ്യ 700 റുപ്യ നാളെ പറയാൻ സത്യശീല നിനക്ക് 7 പൈസ എടുക്കാൻ പറ്റില്ല ഗവൺമെന്റ്. എന്താ മനസ്സിലാക്കിയത്? ജനങ്ങൾ അധ്വാനിച്ച കാശാണത്. അവരുടെ ടാക്സ് അടച്ചിട്ടാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അവിടെ പോയിരിക്കും. കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് ഹലോ, ആ ഞങ്ങൾ കൃത്യമായിട്ട് എത്തും. കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് സാരില്ല, അറിയാത്തോണ്ടല്ലേ. അറിയാത്തോണ്ട നിനക്കെന്താ അറിയണത്? നീ അടുക്കളയുടെ കാര്യങ്ങൾ നോക്ക്. സാറേ ഓക്കെ, ശമ്പളം കിട്ടിയില്ലെങ്കിൽ എൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. എല്ലാവരുടെ കാര്യം കഷ്ടമാണ്. ഞാൻ വേണമെങ്കിൽ അവിടെ ഇരിക്കും. നിങ്ങൾ 10-700 റുപ്യാണ് പറ്റിച്ചിരിക്കണത്. അച്ഛൻ വരുന്നുണ്ട്. എന്തൊരു കഷ്ടമാണ്. എന്തൊക്കെ കാണിക്കുന്നു? ഒന്നുമില്ല അച്ഛാ. അയ്യോ അച്ഛൻ എന്നെ ഓർമ്മയില്ലേ? ഇല്ല, ഞാൻ സത്യശീലനാണ്. സത്യശീലേ എന്റെ കൂടെ 1ാം ക്ലാസ് മുതൽ പഠിച്ചിട്ടായിരുന്നില്ലേ 10 വരെ? ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. കൂടെ വന്നിട്ടുണ്ട് അച്ഛാ. ആ ഉണ്ടക്കാട്ടുള്ള ചെക്കനാണ് ആ മാധവന്റെ മകൻ. മാധവ് പന്തിയിടൂ. കുഴപ്പമില്ല. അല്ല അച്ഛൻ മരിച്ചു. പാവം നല്ല മനുഷ്യനായിരുന്നു. ചെറുപ്പം മുതലേ ഞങ്ങൾ രണ്ടാളും മനക്കിൽ ഒരുമിച്ച് കന്നുകൂട്ടി നടന്നവരാണ്. തമാശയ്ക്ക് ഓരോ പണികൾ ചെറുപ്പത്തിൽ ചെയ്യണതേ. എന്താണ് ഒരു കുറച്ചില് മണ്ണിനെ കൊത്തി കളിച്ചും മറ്റേ കന്നു കൂട്ടിയിട്ടാണ് നിന്നെയൊക്കെ വളർത്തി വലുതാക്കിയത്. ഇവണ്ടല്ലോ നന്നായി പഠിക്കണ ചെക്കനാണ്. നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മാധവനെ പറ്റ പേര് പറഞ്ഞ എന്താണെന്നറിയോ സന്തോഷം? എന്നാ ഇവനോ കുരുത്തം കെട്ട ചെക്കൻ. 10 പൈസയുടെ ഉപകാരമില്ല എന്ന് മാത്രമല്ല സമാധാനവും തരില്ല. പണി മാറ്റി വന്നാൽ എന്ന് സ്റ്റേഷനിൽ ചെന്നിട്ട് സാറേ എന്ന് പറഞ്ഞു SIയുടെ അടുത്ത് ഇങ്ങനെ കഞ്ചട ഞാൻ രാഷ്ട്രീയ എന്നും പറഞ്ഞു ഗുണ്ടത്തരം കാട്ടി നടക്കുക, വണ്ടീനെ കല്ലെറിയുക, ആൾക്കാരുടെ നെഞ്ഞത്ത് കയറുക. ഒരക്ഷരം പഠിക്കൂല, തലയിലൊന്നുമില്ലേ. പഠിക്കില്ല എന്ന് മാത്രമല്ല ഇപ്പൊ ചെയ്ത ഓരോ കുരുത്തം എന്താ കാണിക്കുന്നത്? ഈ 10,000 രൂപയുടെ കണ്ണാണിത്. നോക്കി കണ്ടു ചെയ്. അതൊരെണ്ണൊന്നും മേടിച്ചാ പോരെ. മേടിക്കണത് ഇത് തന്നെ ഒരു കണക്കനാണ് എഴുതി തള്ളത്. എഴുതി തള്ളണം. അവനവന്റെ കാര്യത്തിനൊക്കെ എഴുതി തള്ളി നടത്തിക്കോ. അച്ഛന്റെ കാര്യമൊന്നും നോക്കണ്ട. കുട്ടിയെ 3 മാസമായി കാലിന്റെ മുട്ടുവേദനയായിട്ട് ഒന്ന് കാണിക്കുന്നു പറഞ്ഞു. അതെയോ? ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അടുത്ത മാസം പോവാ. അപ്പോഴേക്ക് സമയം എന്ന് പറഞ്ഞ ആളെ കളിപ്പിക്കുകയാണ്. എന്നാ പിന്നെ തൃത്താലയിലുള്ള ഒരു വൈദ്യര്, നല്ല വൈദ്യരല്ലേ, ആളെ കൊണ്ട് കാണിക്കാലോ. ഞാൻ പറഞ്ഞു. അപ്പൊ പറയും അച്ഛനെന്താ ഭ്രാന്താണ്, എന്തിനാണ് നമ്മൾ കാശ് ചെലവാക്കണത്? ഈ അച്ഛന്റെ എല്ലാ കാര്യവും സർക്കാർ നോക്കില്ലേ, അതുകൊണ്ട് സർക്കാർ കണക്കിൽ എന്നെ അമേരിക്കയിലെ കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ ചെയ്യാന്നാണ് പറഞ്ഞത്. നമ്മുടെ ട്രംപിന്റെ കാല് ഓപ്പറേഷൻ ചെയ്ത ഹോസ്പിറ്റലിൽ അമേരിക്കയിലെ അവിടെ കൊണ്ടുപോയിട്ട് എന്തിനാണ് ഇപ്പൊ ഈ കാര്യങ്ങളിവിടെ പറഞ്ഞത്? അല്ല നമുക്ക് പറയാലോ. നീ അവരുടെ ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ. അവർ വേറെ ഓരോ കാര്യങ്ങളായിട്ട് വന്നിരിക്കുന്നവരാണ്. ഇതൊന്നും ശ്രദ്ധിക്കേണ്ട പറ്റിയതാണ്. മുകളിലത്തെ നിലയിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടേ, അതിലൊന്ന് വെറുതെ ഇറങ്ങി കുടിച്ചതാണ്. ആ മുട്ടൊന്നും തട്ടിയതാ. അതെയോ? നമുക്കേ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. അത് ആലോചിച്ച പറ്റില്ല, ഞാൻ പിടിച്ചതാണ്. ശരിയാണ്, ചെയ്തു വെച്ചേക്കണ പണികൾ എന്താണെന്ന് അറിയാലോ. മറ്റേ ഫ്ലെക്സിന്റെ കാര്യം ഉണ്ടല്ലോ, അത് ഞാൻ സസ്പെൻഷൻ പിൻവലിച്ചാൽ മതി. എന്താ അവന് ചെയ്തു കൊടുക്കും? മാധവന്റെ മകനാണത്. നോക്കട്ടെ, അങ്ങനെ ഇങ്ങനെ പറ്റിയ കേസല്ല അത്. അഴിമതി കേസാണ് അച്ഛാ അത്. അതല്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ ശരി. അയ്യോ എന്തെങ്കിലും കഴിച്ചിട്ട് വിട്ടാ പോരെ. ഒന്നും വേണ്ട, ഒന്നും കുഴപ്പമില്ല. കലക്ടറെ വിളിച്ചിട്ട് ശരി. എന്നാ പിന്നെ ഇറങ്ങട്ടെ അച്ഛാ. ആയിക്കോട്ടെ. ശരി. അങ്ങനെ അതെത്തിക്കാം. മാധവനോട് അന്വേഷണം പറയിട്ടോ. അല്ല മാധവൻ പോയില്ലോ. ശരി. ആ കാന്തം കൊന്നില്ലാണ്ട് നടക്കുകയാണ്. പാവോ, നടക്കണോടെ തന്നെ വക തിരിവില്ല. നോക്ക്. അതൊന്നുമല്ല, അവൻ നല്ല പയ്യനാണ്. അവൻ നല്ല പയ്യനാണ്. ഏട്ടാ അറിയാത്തോണ്ടല്ലേ, എന്ന് ശരിയാക്കി കൊടുക്ക്. അറിയാത്തോണ്ടല്ലേ എന്ന് പറഞ്ഞ ഒരു വക തിരിവില്ലാണ്ട് ഇവിടെ ഒക്കെ കയറി ഇരുന്നിട്ട് ഓരോന്ന് കാണിച്ചങ്ങനെ ഞാൻ പേടിപ്പിച്ചാണ്. മറിമായം